ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ വിഷു റിലീസ് സിനിമയാണല്ലോ ബസൂക്ക. മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ബസൂക്ക. തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സിനിമയിൽ വൗ ഫാക്ടേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ സർപ്രൈസ് എല്ലാം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സർപ്രൈസ് പലരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സിനിമയിൽ ഒരു കാമിയ റോൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലെങ്ങും ഇതിനോടൊപ്പം തന്നെ ബസൂക്ക അഭിപ്രായങ്ങളിൽ കാണുന്ന ഒരു പേരാണ് ആറാട്ട് അണ്ണൻ്റേത്. സന്തോഷ് വർക്കി എന്ന യഥാർത്ഥ നാമത്തേക്കാൾ കൂടുതൽ പേർ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ആറാട്ട് അണ്ണൻ ഇതിനോടൊപ്പം തന്നെ ബസൂക്ക എന്ന സിനിമയിൽ ഗസ്റ്റ് റോളിൽ എത്തിയിരിക്കുകയാണ്. അതും ജീവിയും പോലെ പ്രശസ്തനായ സംവിധായകന് മുന്നിൽ സ്ക്രീൻ സ്പേസ് എല്ലാം തന്നെ ലഭ്യമാകുന്ന, അതോടൊപ്പം തന്നെ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെയാണ് കാണുന്നത്. ഈ വിഷയത്തിൽ ആറാട്ട് അണ്ണന്റെ തന്നെ പ്രതികരണം തിയേറ്റർ കത്തിച്ചിരിക്കുന്നു തന്റെ ഇൻട്രോയിൽ എന്നാണ്. എന്തായാലും ആറാട്ട് അണ്ണന്റെ പ്രതികരണം എങ്ങനെയാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇതേപോലെയുള്ള പാവപ്പെട്ടവരെല്ലാം തന്നെ തന്റെ സിനിമയിൽ കൊണ്ടുവന്ന മമ്മൂക്കിക്ക് ഒരുപാട് ക്രെഡിറ്റ് ആരാധകർ നൽകുന്നുണ്ട്. എന്നാൽ മറ്റൊരു സൈഡിൽ മമ്മൂക്കിയുടെ തന്നെ സഹപ്രവർത്തകരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്ന, നടിമാരെല്ലാം തന്നെ വളരെ മോശമായ രീതിയിലെല്ലാം തന്നെ ഫേസ്ബുക്ക് പേജിൽ അപമാനിക്കുന്ന ഇങ്ങനെ ഒരാളെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ മമ്മൂക്ക എന്നൊരു ചോദ്യമുണ്ട്. അതേസമയം ആറാട്ട് അണ്ണൻ ഈ സിനിമയിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഈ സിനിമ കാണില്ല, ആറാട്ട് അണ്ണൻ ഈ ഒരു സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ നിലവാരം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയ അഭിപ്രായങ്ങളും മറ്റൊരു വശത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതികരണം എന്താണ്? ആറാട്ട് അണ്ണന്റെ എൻട്രിക്ക് തിയേറ്ററിൽ കൂകി വിളിയായിരുന്നോ അതല്ലെങ്കിൽ കൈയടിയായിരുന്നോ? എന്തായാലും ആറാട്ട് അണ്ണൻ അഭിനയിച്ച മറ്റൊരു സിനിമ കൂടി ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ബാഡ് ബോയ്സ്. ഒമർ ലുലു സിനിമയുടെ OTT അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ബാഡ് ബോയ്സ് OTT റിലീസാകുന്നതാണ്.